അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനായ റബ്ബ് പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നിട്ട അമലുകൾ അള്ളാഹു കബൂലാക്കട്ടെ. വരാനിരിക്കുന്ന അമലുകൾ പരിപൂർണമായും ഉപയോഗിക്കാനും അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ അവകളെ നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് റമദാൻ 3 മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ ഫാത്തിമ ബീവിയാണ് ഹബീബായ റസൂലിലേക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മകൾ. അവിടുത്തെ ആൺകുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഖാസിം, ഹബീബായ റസൂലിൻ്റെ പുത്രനായിരുന്ന ഖാസിം എന്ന കുട്ടി വഫാത്തായപ്പോൾ ആസുബിന് വായിൽ അടക്കമുള്ള അബൂജഹലാണെന്നും അഭിപ്രായമുണ്ട്, അബൂ ലഹബാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ആസുബിന് വായിൽ ഹബീബായ റസൂലിനെ പരിഹസിച്ചു, അബ്തർ എന്ന് വിളിച്ച് കളിയാക്കി. അറബികളുടെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്, തലമുറ അറ്റുപോയവൻ എന്നാണ് അബ്തറിന്റെ അർത്ഥം. മുഹമ്മദ് നോക്ക് വലിയ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടേ, പക്ഷേ മൂപ്പർക്ക് മരിച്ചു കഴിഞ്ഞാൽ തലമുറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചിരുന്നു. ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. നബിയെ, നിങ്ങളോട് വിദ്വേഷം പുലർത്തുന്ന വ്യക്തി അയാളാണ് അബ്തർ. ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്തിനെ തൊട്ട് മുറിഞ്ഞു പോയ ആൾ അവനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി അതിനെ എതിർത്തതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഒരു വ്യക്തിയെ എടുത്തു നോക്കുമ്പോൾ അയാളുടെ തലമുറ ഏതാണെന്നോ അയാളുടെ മക്കൾ ഏതാണെന്നോ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഹബീബായ റസൂലിന്റെ പരമ്പര അഹ്ലുബൈത്ത് എന്ന പേരിൽ നമുക്കിടയിൽ സുപരിചിതമാണ്. ആ അഹ്ലുബൈത്തിന്റെ കണ്ണി കടന്നു വരുന്നത് മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അതിനാൽ തന്നെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസത്തിന്റെ പരിപൂർണതയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. മഹത്തുക്കളായിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ, മഹാനായിരിക്കുന്ന ഇമാം ഷാഫിഈ അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ അഹ്ലുബൈത്തിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ അവരുടെ രചനകളിലും അവരുടെ കവിതകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആലുൻ നബിയ്യി ദരീഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം അഅതാ ഗദൻ ബിയദിൽ യമീനി സഹീഫതി എന്നൊക്കെ മഹാനായിരിക്കുന്ന ഇമാം ഷാഫി തങ്ങൾ പാടിയതായി കാണാൻ കഴിയും. നബി തങ്ങളുടെ ആൽ എന്ന് പറഞ്ഞാൽ അവരെന്റെ ദരീഅത്താണ്, അവരെന്റെ പിടിവള്ളിയാണ്. വഹുമു ഇലൈഹി വസീലതി, അവരിലേക്കാണ്, അവർ കാരണമായി കൊണ്ടാണ് എൻ്റെ വസീല, അതായത് അവർ മാർഗമാണ് ഞാൻ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല അവർ കാരണമായി ആഖിറത്തിൽ എനിക്ക് അവരെ സ്നേഹിച്ചത് കാരണമായി ആഖിറത്തിൽ എൻ്റെ വലതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നതിനെയും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായിരിക്കുന്ന ഇമാം ഷാഫിഈ റഹിമഹുല്ല, അദ്ദേഹത്തിന് പറഞ്ഞതിനെ പിന്നെ ചോട്ടിലുള്ള ആൾക്കാരെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹം പോലും എന്ന് വേണ്ട ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ എത്തിയവർ മുഴുവൻ എത്തിയിട്ടുള്ളത് അല്ലേ, എത്തേണ്ടവൻ എത്തിയ സ്ഥാനത്ത് എത്തിയത് ഹുർമത്ത് കൊണ്ടാണ്, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഏതെങ്കിലും സ്ഥാനത്ത് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ തിരിച്ചും എത്തപ്പെടാത്ത ആളുകൾ എത്തപ്പെടാതിരുന്നത് അവർ ബിതർക്കിൽ ഹുർമത്തി, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതിരുന്നത് കൊണ്ടുമാണെന്നൊക്കെ മഹത്തുക്കൾ നമുക്ക് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സിറാത്തിൽ പാദമുറപ്പിക്കാൻ അഫ്ബുതുക്കും അല സിറാത്തി അശദ്ദുക്കും ഹുബ്ബൻ ലി അഹ്ലി ബൈത്തി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മേൽ സിറാത്തിൽ ഏറ്റവും കൂടുതൽ സബാത്തുണ്ടാകുന്നത്, സ്ഥിരതയുണ്ടാകുന്നത്, ഇടറാതെ സിറാത്തിലൂടെ കടന്നു പോകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത് അഹ്ലുബൈത്തിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാണ് എന്നാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള അർത്ഥം? അഹ്ലുബൈത്തിനെ സ്നേഹിക്കണമെങ്കിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം വേണം. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം തന്നെയാണ് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്.
അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമാണ് അഹ്ലുബൈത്തിനെ സ്നേഹിക്കാൻ കഴിയുന്നത്. അഹ്ലുബൈത്തിലാവട്ടെ ഏറ്റവും പ്രധാനി മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമാണ് എന്ന അർത്ഥം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കണം. ഒരുപാട് പേരുകൾ പരിശുദ്ധ ദീൻ മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയിട്ടുണ്ട്. ത്വാഹിറ, മുതഹ്ഹറ, പരിശുദ്ധ എന്ന പേര് മഹദിയായ ഫാത്തിമ ബീവിക്ക് നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഈ പേരിന് പിറകിൽ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അസ്മാ ബീവി ആയിരുന്നു മഹാനായിരിക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസവം. ഫാത്തിമ ബീവി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവം സ്വീകരിച്ചത് അസ്മാ ബീവി ആയിരുന്നു എന്നാണ്. അങ്ങനെ പക്ഷേ സാധാരണ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന അത്തരത്തിലുള്ള അഴുക്കുകളോ അല്ലെങ്കിൽ അനിതര സാധാരണമായിരിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി മറ്റു രക്തമോ മറ്റു പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ പ്രസവിച്ചത് കണ്ടപ്പോൾ മഹദിയായ അസ്മാ ബീവി അത്ഭുതം കൂടിയിട്ട് റസൂലുള്ളാഹിനോട് ആ വിഷയം വേണ്ടി പറഞ്ഞു, അല്ലയോ റസൂലേ, ഫാത്തിമ ബീവിയുടെ പ്രസവം ഈ രീതിയിലൊക്കെ ഉണ്ടായി, പക്ഷേ ഒരു തരത്തിലുള്ള രക്തമോ മറ്റു അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, അമാ അലിംതി അന്ന ബിനതി ത്വാഹിറത്തും മുതഹ്ഹറ, നീ അറിയണം അസ്മായെ, എൻ്റെ മകൾ എന്ന് പറയുന്നത് അവൾ ത്വാഹിറയും മുതഹ്ഹറയുമാണ്. ലാ യുറാ ലഹാ ദമുൻ ഫീ തംസിൻ വലാ വിലാദത്തിൻ, അവൾക്കൊരിക്കലും ഹൈദ രക്തമോ പ്രസവരക്തമായ നിഫാസോ ഒന്നും മറ്റു സ്ത്രീകളെ പോലെ ഉണ്ടാകാറില്ല. കാരണം അവർ ത്വാഹിറത്തും മുതഹ്ഹറത്തുമാണ്, പരിശുദ്ധയാണ് എന്ന പേര് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവിക്ക് നൽകിയത്. അതുപോലെ തന്നെ ഫാത്തിമ എന്ന് പറയുന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം പ്രകാരമാണ് അവിടുന്ന് പേര് വെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് ഭർത്താവായിരുന്നല്ലോ. ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഫാത്തിമ, യാ ഫാത്തിമ തദ്രീന ലിമ സുമ്മീത ഫാത്തിമ, എന്താണ് നിങ്ങൾക്ക് ഫാത്തിമ എന്ന പേര് വെക്കാനുള്ള കാരണം എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് മഹാനായ അലി ഇബ്നു അബീ, കാരണം അന്നൊരു സാധാരണയുള്ള പേരിൽ നിന്ന് വിഭിന്നമായ ഒരു പേരാണല്ലോ ഫാത്തിമ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഫാത്തിമ എന്ന് വെച്ചത് എന്നതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അന്ത്യനാളിൽ അവരെയും മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് തടഞ്ഞിരിക്കുന്നു. ഫത്വമ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടവൾ, ഫാത്തിമ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ പേര് കേൾക്കുമ്പോൾ തടയപ്പെട്ടവൾ എന്ന് ആർക്കെങ്കിലും പേര് വെക്കുമോ എന്ന് ആ ഒരു ജിജ്ഞാസയുടെ പുറത്ത് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പറഞ്ഞു, നരകത്തെ തൊട്ട് തടയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാം പ്രകാരമാണ് ഫാത്തിമ എന്ന പേര് നൽകപ്പെട്ടത് എന്ന് മഹത്തുക്കൾ പറയുകയാണ്. അതുപോലെ തന്നെ സഹ്റാ പുഷ്പം എന്നതിലേക്ക് നോക്കി ബത്തൂൽ, കന്യക എന്ന അർത്ഥം വരുന്ന ബത്തൂൽ എന്ന പേര് മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവിക്കുണ്ട്. മറ്റൊരു പ്രസിദ്ധമായ പേരാണ് ഫാത്തിമത്തു ഉമ്മു അബീഹ. മഹാനായിരിക്കുന്ന റസൂലിന്റെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഖദീജ ബീവിയുടെ അസാന്നിധ്യത്തിൽ ഒരു ഭാര്യ ചെയ്തു കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകൾ ഉണ്ടാവും അങ്ങനെ. യഥാർത്ഥത്തിൽ അനാഥമാകുന്ന ചില വാർദ്ധക്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. എങ്ങനെ? ഭർത്താവ് ഭാര്യ മരണപ്പെട്ടു പോകും, അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് അവനായിരിക്കും. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, മറ്റൊരു കാര്യങ്ങളും നോക്കാനില്ലാതെ, ഇനി വേറൊരു കല്യാണം കഴിക്കാനുള്ള ആ ഒരു സാഹചര്യവും ഇല്ലാതെ, ഈ രീതിയിൽ ഭാര്യ നഷ്ടപ്പെട്ട ഒരു ഭർത്താവിനുണ്ടാകുന്ന പ്രയാസം, ആ പ്രയാസങ്ങൾ, ആ വിടവിനെ തീർത്തു കൊടുത്തത് മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്നതാണ്. ഖദീജ ബീവിയുടെ അസാന്നിധ്യത്തിൽ പിതാവിന് പകരം ആ സ്ഥാനത്ത് നിന്ന് മറ്റു സഹോദരങ്ങളെയൊക്കെ പരിപാലിച്ചിരുന്നതും മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി ആയിരുന്നു. ഉമ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഉമ്മയുടെ മറ്റു മക്കളേക്ക് നോക്കിയിരുന്നത് മഹദിയായിരിക്കുന്ന സഹോദരി, അവരുടെ ആ മക്കളുടെ സഹോദരിയായിരുന്ന ഫാത്തിമ ബീവി. അതുകൊണ്ട് തന്നെ ഫാത്തിമത്തു ഉമ്മു അബീഹ എന്ന പേരും മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവിക്ക് ഉള്ളതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. പരലോകത്തൊക്കെ വെച്ചുകൊണ്ട് മഹദിയായ ഫാത്തിമ ബീവിക്ക് നൽകപ്പെടുന്ന വലിയ സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു അട്രാക്ഷൻ ആയിരിക്കും, സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും സ്വർഗത്തിൽ മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ സമൂഹമേ നക്കിസു യാ അഹ്ലൽ ജംഇ നക്കിസു റൂസകും, തലകളൊക്കെ താഴ്ത്തി എല്ലാവരും റെഡിയാവണം. ഇതാ ഒരാൾ കണ്ടു വഗല്ലു അബ്സ്വാറകും, നിങ്ങളുടെ കണ്ണുകളൊക്കെ നിങ്ങൾ ചിമ്മണം. ഹത്താ തമുറ ഫാത്തിമത്തു ബിൻതു മുഹമ്മദ്, ഇതാ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതാ ഈ വഴിയിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് എല്ലാവരും
തലകൾ താഴ്ത്തി ഒരു രാജകീയമായ വരവേൽപ്പ് നിങ്ങൾ നൽകണം. സിറാത്തിലൂടെ ഇതാ കടന്നു വരുന്നുണ്ട്. ഒരു തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന മിന്നൽ പിറർ പോലെ മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി ആ സിറാത്തിലൂടെയും സ്വർഗത്തിലേക്കൊക്കെ ആരായുന്ന വിഷയമൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയോടുള്ള സ്നേഹമാണ്, റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്, അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരോടുള്ള സ്നേഹമാണ്. ഇവർക്ക് പുറമെ മുഹ്സിൻ എന്ന് പറയുന്ന ഒരു കുട്ടി കൂടി മഹദിയായ ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ ബീവിക്കുമായി മുഹ്സിൻ എന്ന കുട്ടിയുടെ, പക്ഷെ ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് വഫാത്തായി എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമുക്കറിയാം, വളരെ വിശാലമായ ചരിത്രമാണ്. കർബലയും മറ്റു വിഷയങ്ങളൊക്കെ അത് വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ ഇവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു സ്നേഹിക്കുന്ന വിഷയമാണ്. ഇന്നല്ലാഹ യർളാ ലിറിളാകി വയഗ്ളിബു ലിഗളബികി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ഫാത്തിമ ബിവിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ ഫാത്തിമ, ഇന്നല്ലാഹ യർളാ ലിറിളാകി, നിന്റെ തൃപ്തി കൊണ്ട് അല്ലാഹു തആല, നീ ആരെങ്കിലും തൃപ്തി വെച്ചാൽ അവർ അല്ലാഹു തൃപ്തി വെക്കും. അതുപോലെ തന്നെ വയഗ്ളിബു ലിഗളബികി, നീ ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ അവരോട് അല്ലാഹുവും ദേഷ്യം വെക്കുമെന്ന് മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രപഞ്ചത്തിലെ ഈ ലോകത്തിലെ കാമിലായ സ്ത്രീകളെ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമരായ സ്ത്രീകളെ എടുത്തു നോക്കിയിട്ടൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 വരകൾ ഇങ്ങനെ വരച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അതദ്റൂന മാ ഹാദാ, എന്താണ് ഈ 4 വരകളെന്ന് മനസ്സിലായോ? ഇല്ല എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ദുനിയാവിൽ ഏറ്റവും ഉത്തമരായവരും ആഖിറത്തിൽ നാളെ സ്വർഗ്ഗത്തിലും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായ 4 പേരാണവർ. അത് ഒന്ന് മറിയം ബിൻത് ഇംറാൻ, മഹദിയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത് ആസിയ ബിൻത് മുസാഹിബ്, മഹദിയായിരിക്കുന്ന ആസിയ ബീവിയാണ്. 3 ഖദീജ ബിൻത് ഖുവൈലിദ്, മഹദിയായ ഖദീജ ബീവിയാണ്. 4 ഫാത്തിമ ബിൻത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവിയാണ്. അപ്പൊ ഈ രീതിയിൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ ബഹുമതികളും സ്ഥാനമാനങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. വലിയ ബുദ്ധിമതിയായിരുന്നു മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി. നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിരുന്നു. വലിയ ധർമ്മിഷ്ഠയായിരുന്നു. നിരവധി ചരിത്രങ്ങൾ, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. സ്വന്തം കുടുംബത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോഴും മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി തന്നാലാകുന്ന വിധത്തിലുള്ള ദാനധർമ്മങ്ങൾ നടത്തിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ. അവിടെ പറയുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള 40,000 ദിർഹം രഹസ്യമായും പരസ്യമായും ചിലവഴിച്ച് അദ്ദേഹത്തിന് ഒടുവിൽ പിന്നീട് ദാരിദ്ര്യം വന്നു. ഒക്കെ അല്ലാഹുവിന്റെ വഴിയിൽ ചിലവഴിച്ചത് കാരണം പിന്നീട് അദ്ദേഹത്തിന് ഒന്നുമില്ലാതെ ആയപ്പോൾ, ഉടുക്കാൻ യഥാർത്ഥത്തിൽ ഒരു വസ്ത്രം കൂടി ഇല്ലാതെ ആയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിവരം കിട്ടി അദ്ദേഹത്തിന് ഇത്തരത്തിലില്ല. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നുണ്ടായിരുന്നത് ആകെ വിവാഹ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു വസ്ത്രവും അതുപോലെ തന്നെ ചില ഈത്തപ്പഴ നാരുകൾ കൂട്ടിച്ചേർത്ത ഒരു തലയിണയും മറ്റുമൊക്കെ ആയിരുന്നു. ഇതൊക്കെ ദാനം ചെയ്ത ഇത്തരം നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്ഭുത ഭക്ഷണം ലഭിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ വലിയ മഹാനായിരിക്കുന്ന അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്നല്ലോ മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മഹദിയായ ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തു. വലിയ ദാരിദ്ര്യം, കൂട്ടത്തിൽ പല പ്രമുഖരായ ആളുകൾ പലരും ഫാത്തിമ ബീവിയെ വിവാഹം അന്വേഷിച്ചു വന്നിരുന്നു എന്നാണ്. വലിയ രാജകുമാരന്മാരും സ്വഹാബികളിൽ തന്നെ പെട്ട അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹും അടക്കമുള്ള പല ആളുകളും ഹബീബായ റസൂലിനോട് വിവാഹം അന്വേഷിച്ചിരുന്നു എന്നാണ്. അവരൊക്കെ കൂട്ടത്തിൽ അത്യാവശ്യം കഴിവും പ്രാപ്തിയും സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശം മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്വഹാബിയായിരുന്നു. പുല്ലൊക്കെ വെട്ടി കൊണ്ടുവന്ന് അത് വിറ്റ് അതുകൊണ്ടുണ്ടാകുന്ന പൈസ കൊണ്ടൊക്കെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് ആകെ ഒരു കുതിര ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ തുച്ഛമായ ഒരു വരുമാനം ഉണ്ടായിരുന്ന ആൾക്കാണ് ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ആ ദാരിദ്ര്യത്തിൽ ആ ഇല്ലായ്മ പങ്കുവെക്കാൻ
മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ റസൂൽ കൂട്ടിച്ചേർക്കുകയാണ്. നിനക്ക് അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദാരിദ്ര്യം വല്ലാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാ അതിനൊക്കെ പകരമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബർ ഒക്കെ ചെല്ലാനും അത് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഇരുലോകവും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു ബഹുമാനിക്കാൻ ആവശ്യപ്പെട്ടവരെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഫാത്തിമ ബീവിയുടെ ആ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം കണ്ട് കണ്ണിന് കുളിർമയാകാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.